ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കരുനാഗപ്പള്ളിക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ്. ഉത്സവങ്ങളുടെ ബഹളം ആയതുകൊണ്ട് എങ്ങോട്ട് തിരിഞ്ഞാലും ആനയും ഫ്ലോട്ടും എല്ലാമാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഞങ്ങളൊരു 2-3 വഴി തിരിച്ച് വിട്ടിട്ടാണ് ഇവിടം വരെ എത്തിയത്. അപ്പോഴത്തേക്ക് എഴുന്നള്ളത്തും ഒക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ ബ്ലോക്കായിട്ട് കുറേ സമയം കിടന്നു. നമ്മളൊരു 6:30 ആയപ്പോൾ ഇറങ്ങിയതായിരുന്നു. അപ്പം പോകുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നാളെ ചേച്ചിയുടെ വീടിൻ്റെ കോൺക്രീറ്റ് ആണ് കേട്ടോ, അടിസ്ഥാനം കോൺക്രീറ്റ് ചെയ്യുമല്ലോ. അപ്പം അങ്ങനത്തെ അത് ചെയ്യുവാണ്. അപ്പോൾ 15 പേർക്കുള്ള ഫുഡ് കൊടുക്കണം ചേച്ചിക്ക്. അപ്പോൾ എന്നുണ്ടെങ്കിൽ മീൻകറി 15 പേർക്കൊക്കെ വെക്കാൻ ചേച്ചിക്ക് അത്ര വശമില്ലാത്തതുകൊണ്ട് അമ്മ വെച്ച് തന്നു. അതുകൊണ്ട് നമ്മൾ പോവുകയാണേ. അപ്പോൾ കൊറ്റംകുളങ്ങര ഉത്സവം ആയതുകൊണ്ട് ഇന്നാണ് വിളക്കെടുപ്പ്. പോകുന്ന വഴിയെല്ലാം ചമയവിളക്കിന് ഒരുങ്ങി എല്ലാവരും നിൽപ്പുണ്ടായിരുന്നേ. ഇത്രയും നാളായിട്ട് ഞാനിവിടെ ഒന്ന് വന്നിട്ടോ ഇങ്ങനെ ഒന്നും കണ്ടിട്ടോ ഒന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വന്ന് കാണാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതുവരെ വരാൻ സാധിച്ചില്ല. ഇത് ഒരുപാട് രാത്രി ആകുമ്പോഴത്തേക്കൊക്കെയല്ലേ എല്ലാവരും വിളക്കെടുക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ആണുങ്ങളെല്ലാവരും പെൺവേഷം കെട്ടി ഒരുങ്ങി വിളക്കെടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. കൊച്ചു പിള്ളേർ തൊട്ട് വലിയ ആൾക്കാർ വരെ ഉണ്ടായിരുന്നു. അപ്പം ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ പതുക്കെ പോകുന്നത് കൊണ്ട് നമുക്കിതൊക്കെ കാണാൻ പറ്റി കേട്ടോ. പക്ഷേ അമ്പലത്തിൽ കയറാനും ഒന്നും പറ്റിയില്ല. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. വണ്ടി ഇടാനും ഒന്നും സ്ഥലമില്ലായിരുന്നു. എന്നിട്ട് ഏട്ടൻ പറഞ്ഞു തിരിച്ച് വരുമ്പോൾ സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീടെത്തിയപ്പോഴത്തേക്ക് 10:30 ചേച്ചിയൊക്കെ 2 ഉറക്കം കഴിയേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. വിളിക്കുമ്പോഴെല്ലാം ഞാൻ പറയുകയും ചെയ്തു, കുഴപ്പമില്ല നിങ്ങൾ ഉറങ്ങിക്കോ, ഞങ്ങൾ വരുമ്പം വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ലച്ചു നല്ല ഉറക്കമാണ്. പൊടിവാവ ഞങ്ങൾ വരുമെന്നും പറഞ്ഞ് നോക്കിയിരിക്കുമായിരുന്നേ. അപ്പോൾ ഞങ്ങൾ പൊടിവാവെ എല്ലാം വിളിച്ചിട്ട് ലച്ചു ആദ്യം ഉണർന്നില്ല. പിന്നെ ഞാൻ വീഡിയോ എടുക്കുവാണ് ഇങ്ങനെയൊക്കെ ഇടുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ലച്ചു ചാടി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് നമ്മൾ മന്തി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കടകളൊന്നും കിട്ടത്തില്ല, അതുകൊണ്ട് കിട്ടിയ കടയിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് ചേച്ചി പറഞ്ഞു. അങ്ങനെ നമ്മൾ മന്തിയാണേ വാങ്ങിച്ചത്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് ഏട്ടൻ പറഞ്ഞു ഇപ്പം തന്നെ സമയം 11 നമുക്ക് പോവാൻ ഇറങ്ങാമെന്നും പറഞ്ഞ് ഞങ്ങൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് മീൻകറിയും വീട്ടിൽ കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോരുവാണ്. പൊടിവാവയ്ക്ക് മനസ്സില്ല വന്നിട്ട് വേഗം പോകുന്നത് കൊണ്ട് അതൊരു സങ്കടമുണ്ട് അവിടെ മുഖത്ത്. എങ്കിലും ഞങ്ങൾ പോയിട്ട് പിന്നെ വരാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തായാലും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. തിരിച്ച് വന്നപ്പോഴത്തേക്ക് അതിലും വലിയ മുട്ടൻ പണിയായിരുന്നു. ഗേറ്റ് അട ഉണ്ടായിരുന്നു ഒന്നാമത്. അത് കഴിഞ്ഞ് പിന്നെ കൊറ്റംകുളങ്ങര വന്നപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര ബ്ലോക്ക്. 1 മണിക്കൂർ ഞങ്ങൾ ബ്ലോക്കിൽ കിടന്നു. വീടെത്തിയപ്പോൾ തന്നെ 1 മണിയായിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഒത്തിരി കാഴ്ചകൾ കാണാൻ പറ്റി. ഒന്ന് ഇറങ്ങാൻ പറ്റിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ കാശി ശ്രീമോനും എൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. ഇങ്ങനെ നമ്മൾ എഴഞ്ഞാണ് അത്രയും ഭാഗം കംപ്ലീറ്റ് ചെയ്ത് വന്നത് കേട്ടോ. ഇവിടം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഓരോ ലൈമൊക്കെ കുടിച്ചിട്ടാണ് പോയത്. അത്രയും സമയം ആയപ്പോഴത്തേക്ക് കുഴഞ്ഞു വെച്ചാൽ ഭയങ്കര ചൂടാണ്. നമ്മൾ ഗ്ലാസ്സൊക്കെ താത്തിട്ടിട്ടുണ്ടായിരുന്നു ഈ ബ്ലോക്ക് ആയതുകൊണ്ട്. അങ്ങനെ പിന്നെ ലൈമൊക്കെ കുടിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ടിങ്ങ് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.